താരസംഘടനയായ അമ്മയിൽ തർക്കം തുടരുകയാണ്. ഭരണസമിതിയെ മാറ്റാൻ ഗൂഢാലോചന നടന്നതായാണ് ശ്വേതാ മേനോന്റെയും പിന്തുണയ്ക്കുന്നവരുടെയും ആരോപണം. ഗൂഢാലോചനയുടെ തെളിവുകൾ പുറത്തുവിട്ടേക്കും. അതിനിടെ ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ എസ്ഐക്കും എതിരെ അൻസിബ നൽകിയ ഹർജിയിൽ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വാദം കേൾക്കും. പരാതിയിൽ കഴമ്പില്ല എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മോശമാവുന്നതാണ് ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ പരസ്യമായി തന്നെ തൻ്റെ മനസ്സിലുള്ള ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രതികരണം നടത്താൻ അമ്മയുടെ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ തയ്യാറാകുമോ? കോടതി നടപടികൾ പലതരത്തിൽ അതിനിടയിൽ പുരോഗമിക്കുന്നുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് പോലും രാജി ഉണ്ടാവുന്നുണ്ട്. പ്രശ്നപരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, പരസ്യമായ പിഴുപ്പലക്കലുകൾ തുടരുകയും ചെയ്യുന്നു. ഇതെങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് സജി? ശ്രുതി, ഗുഡ് മോർണിംഗ്. അതായത് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷവും അമ്മയിൽ രാജിയുണ്ടായി എന്നതാണ് സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന ഒരു കാര്യം. മല്ലിക സുകുമാരൻ പുറത്തേക്ക് പോകുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ആശാ അരവിന്ദ് അഡ്ഹോക് കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരുന്നു. അവർ ആ ചുമതലയിൽ നിന്ന് രാജിവെക്കുന്നു. ഇങ്ങനെ തർക്കങ്ങൾ തീരാതെ തുടരുകയാണ്. ഇരുപക്ഷങ്ങൾക്കും ചേരിതിരിഞ്ഞുള്ള അഭിപ്രായങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. ശ്വേതയെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. ശ്വേത ഏതായാലും വൈകാതെ തന്നെ മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാട്, തന്റെ ഭാഗം വിശദീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. പേര് പറഞ്ഞ് തന്നെ ഈ കാര്യത്തിൽ അവർക്ക് വിമർശനമുണ്ട്. ആസൂത്രിതമായി കഴിഞ്ഞ ഭരണസമിതിയെ, പ്രത്യേകിച്ച് ശ്വേതാ മേനോനെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി. അതിന് നേതൃത്വം വഹിച്ചവരാര്, അവരുടെ ലക്ഷ്യങ്ങൾ എന്ത്? നേരത്തെ അവർ പറഞ്ഞൊരു ഗൂഢാലോചന കുറ്റാരോപിതർക്ക് വേണ്ടി നടത്തി എന്നാണ്. അവരെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ഏതായാലും അഡ്ഹോക് കമ്മിറ്റി രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലാണ്. വൈകാതെ തന്നെ യോഗം ചേർന്ന് ഇനിയിപ്പോൾ 4 മാസത്തെ കാലാവധിയാണുള്ളത്. ഒരു സ്ഥിരം ഭരണസമിതി തിരഞ്ഞെടുപ്പിന് അവസരമൊരുക്കുക എന്നതായിരിക്കും നീക്കം. പക്ഷെ അതിനിടെയുള്ള തർക്കങ്ങൾ അവർക്കും തലവേദനയാണ് എന്നാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ നേതൃത്വത്തിന് വഴി തുറക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് പോവുക എന്നതാണ് അവരുടെ ഒരു കൂടിയാലോചന. സഭയും മറ്റും നടക്കുന്നത് കൊണ്ട് രമേശ് പിഷാരടി അദ്ദേഹം MLA കൂടിയാണ്. പക്ഷെ വൈകാതെ തന്നെ നിലവിലുള്ള അഡ്ഹോക് കമ്മിറ്റിയിലുള്ള ആളുകൾ യോഗം ചേർന്ന് പുതിയൊരു ഭരണസമിതിക്ക് വഴിയൊരുക്കാൻ കഴിയും വിധമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോഴത്തെ ആലോചന. എല്ലാവരെയും സഹകരിപ്പിക്കുക. കാരണം ജനറൽ ബോഡിയിൽ എല്ലാവരും സഹകരിച്ചിരുന്നില്ല. പ്രധാന യുവതാരങ്ങൾ കാര്യമായി ഒന്നും അവരുടെ പങ്കാളിത്തമേ ഉണ്ടായിരുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതേസമയം ഇപ്പോഴും വലിയ അതൃപ്തിയും നിലപാടും വിമർശനവും ഉള്ളവരുണ്ട്. അതേസമയം ഭരണസമിതി മാറുന്നതിനെ പിന്തുണച്ച ആളുകളുമുണ്ട്. അവരെല്ലാം പരസ്യമായി തന്നെയും പലരും അവരുടെ നിലപാടുകൾ തുറന്നു പറയും. ഏതായാലും ശ്വേത അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ചും അത് വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേരെടുത്ത് അവർ വിമർശനം ഉന്നയിച്ചാൽ അവരും മറുപടി പറയും. നേരത്തെയും ശ്വേത ബാബുരാജ് പോലെ ജനറൽ ബോഡിക്കകത്തും പിന്നെ അത് പുറത്തും കണ്ടതാണ്. അതുകൂടാതെയുള്ള ആളുകൾക്കും അവരുടെ ഭാഗം പറയാനുണ്ട്. എന്തായാലും തർക്കം തീരില്ല. അതിനിടെ അൻസിബയുടെ ഹർജി തൃപ്പൂണിത്തുറ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട്. അത് തീരുമോ? അത് ഇനി അഡ്ഹോക് കമ്മിറ്റി ഇടപെട്ട് എന്തെങ്കിലും സമവായം ഉണ്ടാക്കുമോ എന്നറിയില്ല. ലക്ഷ്മിപ്രിയയും അവർ പുറത്തേക്ക് പോകുന്നു എന്ന നിലപാട് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ കൂടി പിന്തുണയോടുകൂടി ശ്വേത രണ്ടുപേരും ചേർന്ന മാധ്യമങ്ങളെ കാണുന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷെ ആ ഹർജി അവിടെ നിൽക്കുന്നുണ്ട്. അൻസിബയുടെ വാദങ്ങളുമായി അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി ഇടപെട്ട് ഭരണസമിതി മാറിയ സ്ഥിതിക്ക് അവർക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടോ എന്ന് അറിയില്ല. അവർ അത്തരം ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ഏതായാലും കോടതി ആ കേസ് ഇന്ന് പരിഗണിക്കും. ശരി, സജോ ദേവസ്യാണ് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പലതരത്തിലുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.